നവംബർ 28, 2023. മോർച്ചറി മർഡർ കേസ് റീഓപ്പൺ ചെയ്യുന്ന ദിവസം. മനസ്സിലെവിടെയോ മറന്നു തുടങ്ങിയ ആ മുഖങ്ങൾ വീണ്ടും ഓർമ്മയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും തമ്മിൽ കണ്ടുമുട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ 2 പേർ 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും കണ്ടുമുട്ടും. ഹലോ മാത്യു. ജേർണലിസത്തിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ആർട്ടിക്കിൾ എഴുതാൻ ഞാൻ തീരുമാനിക്കുന്നത്. കൊല്ലം ജില്ലയിൽ മാത്രമായി നടക്കുന്ന ക്രൈമുകളെ ബേസ് ചെയ്തുള്ള ഒരു ആർട്ടിക്കിൾ. അത് തയ്യാറാക്കുന്നതിൻ്റെ ഇടയിലാണ് മോർച്ചറി മർഡർ കേസിനെ കുറിച്ചും മാത്യു ഇമ്മാനുവലിനെ കുറിച്ചും ഞാൻ അറിയുന്നത്. നഗരത്തിൻ്റെ കോണിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറി ജീവനക്കാരനായിരുന്നു മാത്യു. തൻ്റെ ഭാര്യയായ മേരിയെയും അതേ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിയായ വേണുഗോപാലിനെയും കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയെന്നതായിരുന്നു മാത്യുവിൻ്റെ പേരിലുള്ള കുറ്റം. സാഹചര്യ തെളിവുകൾ കൊണ്ട് കൊല ചെയ്തത് മാത്യു ആണ് എന്ന് സ്ഥിരീകരിച്ചെങ്കിലും കൊല ചെയ്യുവാനുണ്ടായ കാരണം ഓർക്കുന്നില്ല എന്ന മാത്യുവിൻ്റെ ഒറ്റ മൊഴി അയാളെ കൊണ്ടെത്തിച്ചത് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഒരു കൺസൾട്ടിംഗ് സൈക്കാട്രിസ്റ്റിൻ്റെ മുന്നിലാണ്. ഭാര്യയുടെ അവിഹിതബന്ധം കണ്ടെത്തിയ ഭർത്താവും അതേ തുടർന്നുണ്ടായ കൊലപാതകവും. അങ്ങനെ ഒരു യൂഷ്വൽ പാറ്റേണിൽ പൊയ്ക്കൊണ്ടിരുന്ന കേസ് അൺയൂഷ്വലായി മാറിയത് മേരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ തരകൻ്റെ കയ്യിൽ കിട്ടിയത് മുതലാണ്. മാത്യു, നീ കൊലപ്പെടുത്തിയ വേണുഗോപാലനും നിന്റെ ഭാര്യ മേരിയും തമ്മിൽ പലപ്പോഴും കാണാറും ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നിനക്ക് മുന്നേ അറിയാമായിരുന്നില്ലേ? അറിയാതിരിക്കാൻ വഴി കാണില്ല. അപ്പോ അവർ തമ്മിലുണ്ടായിരുന്ന രഹസ്യബന്ധത്തെക്കുറിച്ചും നിനക്കറിയാമായിരുന്നു അല്ലേ? എന്നാലും അതുകൊണ്ടാണ് മാത്യു അവരെ കൊന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തനിക്ക് മാത്രമേ അറിയൂ. ഞാൻ ഇതുവരെ പറഞ്ഞത് പോലീസ് കണ്ടെത്തിയതും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന കാര്യങ്ങളുമാണ്. ഇനി എനിക്ക് മനസ്സിലായതും ഞാൻ കണ്ടെത്തിയതുമായ കുറച്ച് കാര്യങ്ങൾ പറയാം. മാത്യുവിനൊരു രഹസ്യമുണ്ടായിരുന്നു. പക്ഷെ വേണു അതെങ്ങനെയോ കണ്ടെത്തി. ഒന്നുകിൽ വേണു ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ മേരിയും വേണുവും ചേർന്ന് അക്കാര്യം പുറത്തറിയിക്കുമെന്ന് നിന്നെ അവർ ഭീഷണിപ്പെടുത്തി. അക്കാര്യം ഒരിക്കലും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയല്ലേ മാത്യു നീ അവരെ കൊന്നത്? നീ പറയാത്ത വേണു കണ്ടെത്തിയ ആ രഹസ്യം ഇപ്പൊ എനിക്കും അറിയാം. എനിക്കത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചു തന്നു. ഇനി പറയേണ്ടത് നീയാണ്. ആ റിപ്പോർട്ടിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഡോക്ടർ തരകനെ ഞാൻ നേരിൽ കാണാൻ തീരുമാനിച്ചത്. റിപ്പോർട്ടിൽ മേരിയുടെ ബോഡിയിൽ നിന്നും മാത്യുവിൻ്റെ സെമൻ്റെ സാമ്പിൾസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു ശാരീരിക ബന്ധത്തിൻ്റെ തെളിവുകൾ ബോഡിയിലുണ്ടായിരുന്നതുമില്ല. അതിനുള്ള ഉത്തരവും എനിക്ക് നൽകിയത് ഡോക്ടർ തരകൻ തന്നെയാണ്. ഡോക്ടറിൻ്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. മാത്യു ഒരു നെക്രോഫൈലാണ്. മരിച്ചു കിടന്ന ആ പെൺകുട്ടിയുടെ മൃതശരീരത്തിലായിരുന്നു അവൻ. മാത്യു ഒരു നെക്രോഫൈലായിരുന്നു എന്നതിനുപരി എന്നെ കൂടുതൽ അസ്വസ്ഥമാക്കിയത് മാത്യുവിൻ്റെ തുറന്നു പറച്ചിലായിരുന്നു. ഒറ്റപ്പലിൻ്റെ വേദന അറിയാമോ ഡോക്ടർക്ക്? കൂട്ടത്തിൽ ഒറ്റയ്ക്കായവരുടെ, കൂട്ടുകാരില്ലാത്തവരുടെ, കിട്ടിയ പെണ്ണിന് പോലും വേണ്ടാത്തവരുടെ വേദന അറിയോ ഡോക്ടർക്ക്? മേരി, ഞങ്ങൾ രണ്ടും 2 ധ്രുവങ്ങളിലായിരുന്നു. പേടിയായിരുന്നു ഡോക്ടർ എൻ്റെ ഇഷ്ടങ്ങൾ അവളോട് പറയാൻ. എൻ്റെ ഇഷ്ടങ്ങളായിരുന്നില്ല അവൾക്ക്. അത് മനസ്സിലാക്കാൻ അവളും തയ്യാറല്ലായിരുന്നു. എൻ്റെ ഈ നശിച്ച ജീവിതത്തിൽ ഒരു ആശ്വാസമായിട്ട് അവൾ വന്നത്. ആനി, ഷെർലി, മധുമതി, അങ്ങനെ എത്രയോ പേര്.
എനിക്കെന്തിനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അവരോട്. ഞാൻ എന്ത് ചെയ്താലും ഒന്നും മിണ്ടാതെ കണ്ണടച്ചങ്ങനെ കിടക്കും. ഒരു പരാതിയുമില്ലായിരുന്നു നമുക്കിടയിൽ. അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ സന്തോഷിച്ച് ജീവിക്കുമ്പോഴായിരുന്നു ഡോക്ടർ അവൻ വേണു എല്ലാം നശിപ്പിച്ചത്. മേരിയായിട്ടുള്ള അവൻ്റെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ഞാൻ കണ്ണടച്ച് കൊടുത്തതല്ലേ ഡോക്ടർ. അവരെ വഴിക്ക് വിട്ടതല്ലേ. അപ്പോൾ എന്നെ എൻ്റെ വഴിക്ക് വിട്ടാ പോരെ? വിട്ടില്ല. വിടാൻ അവർ ഒരുക്കവുമായിരുന്നില്ല. ഞാൻ അവരുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായിരുന്നു. ഞാൻ ഒഴിവാവണമെന്നായിരുന്നു അവർക്ക്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവരെ അങ്ങ് ഒഴിവാക്കി. ജീവിച്ചിരിക്കുന്ന മേരിയേക്കാൾ എനിക്കിഷ്ടം മരിച്ചു കിടക്കുന്ന മേരിയായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ അന്ന് അവൾ എതിർത്തില്ല. ഒരക്ഷരം പോലും മറുത്തു പറഞ്ഞില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡോക്ടർ അത്. ഡോക്ടർക്ക് തോന്നിയിട്ടില്ലേ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്? ഡോക്ടർ എന്തിനാ ദേഷ്യപ്പെടണേ? ഞാൻ ചെയ്തത് തെറ്റായത് കൊണ്ടാ? ഈ രാജ്യത്തെ നിയമം പോലും പറയുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. അപ്പോൾ അതൊന്നും തെറ്റല്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്ത കൊലപാതകങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. അതും ഭാര്യയുടെ അവിഹിത ബന്ധം തിരിച്ചറിഞ്ഞ ഭർത്താവിനെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധം. അതിൽ കൊള്ളൊന്നുമില്ല. മാത്യു, ഇവിടെ വന്നിട്ടുള്ളവരാരും അവർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ പോയിട്ടില്ല. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഈ ചിരി നിന്റെ മുഖത്തായിരിക്കില്ല. തുടർന്നുള്ള 2 വർഷക്കാലവും ഡോക്ടർ തരകൻ ഈ കേസിന് മുന്നിൽ തന്നെയായിരുന്നു. ഇതേ സമയം മാത്യുവിനെ സൈക്കാട്രിക് ഡിവിഷനിൽ നിന്നും നോർമൽ സെല്ലിലേക്ക് മാറ്റിയിരുന്നു. അതിനിടയിലാണ് കർണാടകയിൽ സമാന്തരമായി സംഭവിച്ചൊരു കേസിനെക്കുറിച്ച് ഡോക്ടർ തരകൻ അറിയുന്നത്. ആ കേസിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ബാധിക്കപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് കേസ് ബലപ്പെടുത്താൻ അത്യാവശ്യമെന്ന് ഡോക്ടർ മനസ്സിലാക്കി. തൻ്റെ മുഴുവൻ സ്വാധീനവും ഉപയോഗിച്ച് മാത്യുവിൻ്റെ കേസ് റീഓപ്പൺ ചെയ്യാൻ ഡോക്ടർ തരകൻ തീരുമാനിച്ചു. വീണ്ടും ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നില്ല. കാര്യം നമ്മൾ എത്ര പരിചയത്തിലായിട്ടും ഡോക്ടറിൻ്റെ പേരെനിക്കറിയില്ല ഇതുവരെ. അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കുറഞ്ഞത് ഞാനിവിടെ ഒരു 6 മാസം കൂടെ കാണുള്ളൂ എന്നാണ് ഒരു പോലീസുകാരൻ പറഞ്ഞത്. ശിക്ഷ കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ അടിക്കടി വന്ന് കാണും. എൻ്റെ അനുഭവങ്ങൾ ഡോക്ടറോട് ഷെയർ ചെയ്യാൻ. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഡോക്ടറോട് പറയുമ്പോൾ എന്തോ ഒരു സംതൃപ്തി. 6 മാസം പോരല്ലോ മാത്യു. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ നിന്നെപ്പോലെ അല്ല, നിന്നെക്കാളും കൂടി ഇനത്തിൽപ്പെട്ട ഒരുത്തൻ അവിടുത്തെ ഒരു പൊതു ശ്മശാനത്തിൽ നിന്നും അടക്കം കഴിഞ്ഞ് മണിക്കൂറുകൾ മാത്രം പഴക്കമുള്ള ഒരു പെൺകുട്ടിയുടെ മൃതശരീരം പുറത്തെടുത്ത് അവൻ്റെ ആവശ്യത്തിനായി ഉപയോഗിച്ചു. കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും കോടതിയിൽ ആ കേസ് നിലനിന്നില്ല. കാരണം അവനെ ശിക്ഷിക്കാൻ പറ്റിയ നിയമം നമ്മുടെ നാട്ടിലില്ലായിരുന്നു. പബ്ലിക് വളരെയധികം ഇൻവോൾവ് ആയ ഒരു കേസായിരുന്നു അത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം 2 വർഷം നീണ്ടു നിന്നു. ഇന്ന് ഈ ദിവസം കർണാടക ഹൈക്കോടതി അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് BNS സെക്ഷൻ 64 പ്രകാരം റേപ്പ് കേസുകൾക്കും നെക്രോഫൈൽ കേസുകൾക്കും ഇനി ഒരേ ശിക്ഷയാണ്. ആനി, ഷെർലി, മധുമതി, നീ ഉപയോഗിച്ച് രസിച്ച 16ഓളം പെൺകുട്ടികളുടെ കുടുംബങ്ങൾ ഇപ്പോൾ പരാതിയുമായി വെളിയിൽ നിൽപ്പുണ്ട്.
സാർ ഈ പറഞ്ഞവരുടെ ചാരം പോലും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്താണെന്ന് സാറെങ്ങനെ തെളിയിക്കും? ഒരു പ്രതി സ്വന്തം ശബ്ദത്തിൽ കുറ്റമേറ്റ് പറയുന്നതിനേക്കാളും വലിയ തെളിവൊന്നും വേണ്ട മാത്യു ഒരു കോടതിക്കും. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്താൽ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ റെക്കോർഡഡ് ആണ് മാത്യു. ശിക്ഷയുടെ പകുതിയും സൈക്കാട്രിക് സെല്ലിൽ ചിലവഴിച്ച ഒരു പ്രതിയുടെ 2 വർഷം മുന്നത്തെ ഏറ്റുപറച്ചിലിന് എന്ത് പ്രസക്തിയാ ഉള്ളത്? എനിക്ക് ഭ്രാന്താണെന്ന് ഞാൻ കോടതിയെ വിശ്വസിപ്പിക്കും. മാത്യു, നിന്റെ മുന്നിലിരിക്കുന്നത് ഒരു പോലീസുകാരനല്ല, ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്. നിന്റെ കാര്യത്തിൽ കോടതിയും ജഡ്ജിയും എല്ലാം ഞാൻ തന്നെയാണ്. നിനക്ക് ഭ്രാന്തുണ്ടോ ഇല്ലയോ, വരുത്തണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. നിന്റെ കാര്യത്തിൽ സംഭവബഹുലമായ പര്യവസാനങ്ങളൊന്നുമില്ല മാത്യു. ഇരുട്ടിൽ ജീവിച്ചവനാണ് നീ, ഇനിയും ഇരുട്ടിലൂടെ തന്നെ തുടരാം. പണ്ട് നിന്നെപ്പോലെ ഭ്രാന്ത് അഭിനയിച്ചൊരു പയ്യൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പ്രായത്തിൽ ചെറുതായിരുന്നെങ്കിലും അവൻ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ അത്ര ചെറുതല്ലായിരുന്നു. ഭ്രാന്ത് അഭിനയിച്ച് വന്ന അവൻ ഇവിടുന്ന് പോയത് മുഴുഭ്രാന്തായിട്ടാ. അപ്പോൾ ഇനിയും നമ്മൾ കാണണമെന്നാണ് മാത്യുവിൻ്റെ ആഗ്രഹമെങ്കിൽ അത് നല്ല രീതിയിൽ ആലോചിച്ചിട്ടൊരു തീരുമാനമായിരിക്കണം. അതുകൊണ്ട് മോനെ മാത്യു, നിന്റെ കേസ് ഇതേ ഇവിടെ തീരുക. ഡോക്ടർ, പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ എഴുതിയ ആർട്ടിക്കിൾ മാത്യുവിനെ കുറിച്ചോ നെക്രോഫോബിയെക്കുറിച്ചോ ആയിരുന്നില്ല. സർനെയിമിൽ മാത്രം അറിയപ്പെട്ടിരുന്നൊരു സൈക്കാട്രിസ്റ്റ്, അയാളെക്കുറിച്ചാണ്. അയാളുടെ പേര്